നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 തീയതി വരെയുള്ള ഇന്ത്യൻ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളും അതുമൂലം ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഫലമാണ്. പുരുഷന്മാർക്ക് മാത്രമായിട്ടോ സ്ത്രീകൾക്ക് മാത്രമായിട്ടോ ഉള്ള ഒരു ഫലമല്ല ഇത്. അപ്പോൾ നമ്മളുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാർച്ച് 1 മുതൽ 5 തീയതി വരെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. ഭയക്കേണ്ട കാര്യമില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ചില സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഉദര രോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. നീർദോഷം, സന്ധിവേദന ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെറിയ ചെറിയ വ്യായാമ മുറകള്, യോഗാഭ്യാസങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ 5 തീയതിക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. ഇഴജന്തുക്കളുടെയൊക്കെ ചെറിയ ഉപദ്രവമൊക്കെ ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾക്കുണ്ടാക്കുന്നില്ലെങ്കിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാവുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകാവുന്നതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിലും ചില ലഹരികളൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഒരാളുടെ സ്വഭാവത്തിൽ ഹിതമല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ പരദൂഷണം പറയുക, കള്ളം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുതർക്കങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുക. ഈ 1 തീയതി മുതൽ 5 തീയതി വരെ എല്ലാ കാര്യങ്ങളും അത് പ്രായഭേദമന്യേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് ചെറിയ നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമാണ് അനുഭവപ്പെടുന്നത്. ഈ നെഗറ്റീവ് എനർജിയെ മാറ്റുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയും ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവര് ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലെ പ്രാർത്ഥന അതുമായിട്ട് മുന്നോട്ട് പോകുക. 5 തീയതിക്ക് ശേഷം നിങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ ഒരു മാറ്റം വരുന്നതാണ്. വളരെ നല്ലൊരു ജീവിതത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ 5 തീയതിക്ക് ശേഷം സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സേനാ വിഭാഗങ്ങളിലൊക്കെ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടിയൊക്കെ ഒന്ന് പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ല ജോലിയൊക്കെ ലഭിക്കാൻ പറ്റിയൊരു സമയമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് ലഭിക്കാൻ പറ്റിയൊരു സമയമാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴുള്ള തൊഴിലിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിലൊക്കെ തേടുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഏറ്റവും നല്ല അവസരങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ വിദേശ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അവരോട് നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ചെയ്താൽ വിജയിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. പക്ഷെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മാത്രം ചെയ്യുക. ആരുടെയെങ്കിലും വാക്ക് കേട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു ബിസിനസ്സിലേക്കൊന്നും നിങ്ങൾ എടുത്തു ചാടരുത്. കാരണം നിങ്ങളെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എടുത്തു ചാടും. അങ്ങനെയല്ല, നിങ്ങൾ വന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാം പഠിച്ച് അവിടെ ബിസിനസ്സിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കി മാത്രം ബിസിനസ് ചെയ്യുക. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തിരിച്ച് വിദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ തീരുമാനമൊക്കെ വളരെ നല്ലതാണ്, വിജയിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ കാര്യങ്ങളോടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. 5 തീയതിക്ക് ശേഷം നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിലെ ചില താളപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മാറി സ്വരച്ചേർച്ചയിലാവുന്ന ഒരു സമയം കൂടിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് മേന്മയാണ് കാണുന്നത്. സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനൊക്കെ അപേക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളിലേക്കൊക്കെ പഠനത്തിനായിട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. കർഷകരെ സംബന്ധിച്ച് നല്ല വിളകളും പുതിയ കാർഷിക
വിളകളൊക്കെ പരീക്ഷിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മൾ മുമ്പ് ബിസിനസിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ സ്വയം തൊഴിൽ ചെയ്യുമ്പോഴും അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾക്കിത് ചെയ്യാൻ കഴിയുന്നതാണോ, ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ട് തുടങ്ങരുത്. പക്ഷെ തുടങ്ങിയാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം 10-ാം തീയതിക്ക് ശേഷം ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ്. ഒരു പ്രണയസാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കൂടാതെ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിരുന്ന ആളുകൾക്ക് ലോണൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ മാർച്ച് ആദ്യം നിങ്ങൾക്ക് വളരെ ശോകകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നെങ്കിലും മാർച്ച് ഒരു 10-ാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വളരെ വളരെ സന്തോഷപരമായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ നല്ലൊരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സൂര്യഭഗവാനെ ഒന്ന് സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ശിവഭഗവാനെ സ്മരിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അന്യമതത്തിൽപ്പെട്ട ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ, ഏത് പ്രപഞ്ച ശക്തിയിലാണോ വിശ്വസിക്കുന്നത്, ആ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ കുശുമ്പ്, കുന്നായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പ്രപഞ്ചം എന്ന ശക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.